ബീഹാറിൽ 65 ലക്ഷം വോട്ടേഴ്സിനെ ഒഴിവാക്കുന്ന സാറിന്റെ അഭിപ്രായം എന്താണ്? ഇന്റൻസീവ് റിവിഷൻ ആണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പോൾ നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിക്കുന്നത്. അതിനെയാണ് ഈ സർ എന്ന് പറയുന്ന സംഗതി. അപ്പൊ ആ റിവിഷൻ ബേസിക്കലി ഇങ്ങനെയുള്ള റിവിഷൻസ് ആണ് നടത്തേണ്ടത്. അതായത് അർഹരല്ലാത്ത വോട്ടേഴ്സ്, ബേസിക്കലി ഇന്ത്യയിലെ സിറ്റിസൺസ് അല്ലാതെ ഇപ്പോൾ ഓവർസീസ് സിറ്റിസൺസിന് വോട്ടവകാശമില്ല. അപ്പൊ ഇന്ത്യയിലെ സിറ്റിസൺ അല്ലാത്തവർ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു എന്താ പറയാ ഒരു ചോദ്യം അത് ചോദിക്കേണ്ട കാര്യം തന്നെയാണ്. ആരാണ് ഇന്ത്യയിൽ ഭരണകർത്താക്കളെ തെരഞ്ഞെടുക്കുന്നത്? നമ്മൾ ഐഡിയലി തിയററ്റിക്കലി നോക്കുമ്പോൾ ആരാണെന്ന് നോക്കുമ്പോൾ അത് ഇന്ത്യയിലെ പൗരന്മാരാണോ എന്നുള്ളത്. ഇന്ത്യയിലെ പൗരന്മാരാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആളുകളെ തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിലെ പൗരൻ തായ്ലൻഡിലും ബംഗ്ലാദേശിലെ പൗരൻ ബംഗ്ലാദേശിലും അല്ലേ ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു നയം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈജിയൻ തൊഴുത്തിലാണ്. ഈജിയൻ തൊഴുത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് കോഴ്സ് അറിയാം, ഇന്ത്യയിലുള്ള 542 മണ്ഡലങ്ങളിലെയും പാർലമെന്റ് മണ്ഡലമെടുക്കുകയാണെങ്കിൽ അതിനകത്ത് എല്ലാത്തിലും വോട്ടേഴ്സ് ലിസ്റ്റുകളിൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഇറേഴ്സ് ഉണ്ടാവും. ചിലതിനകത്ത് വളരെ കൂടുതലായിരിക്കും, ചിലതിനകത്ത് വളരെ കുറവായിരിക്കും. പക്ഷെ ഇറർ ഫ്രീ ആയിട്ടുള്ള ഒരൊറ്റ വോട്ടേഴ്സ് ലിസ്റ്റും ഇന്ത്യയിലെ ഒരു നിയോജകമണ്ഡലത്തിലും ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പൂർണ്ണമായും അത് ചിലപ്പോൾ എത്ര ശതമാനം, നമ്മൾ എപ്പോഴും പറയും ഇപ്പം ഡോസ് മേക്സ് പോയിസൺ എന്ന് പറയുന്ന രീതി നോക്കുമ്പോൾ വളരെ കുറച്ചാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടോളറബിൾ ആയിട്ട് എടുക്കാം എന്നേ ഉള്ളൂ. അതായത് ഏതെങ്കിലും മണ്ഡലങ്ങളുടെ ലിസ്റ്റ് ഏതെങ്കിലും കാലത്ത് പൂർണ്ണമായും ന്യൂനതാരഹിതമായിരുന്നു എന്ന് കരുതാനേ സാധിക്കില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പല തലത്തിൽ നമുക്ക് അല്ലാതെ അറിയാൻ കഴിയും. പിന്നെ ഫോട്ടോ വരുന്നു, ഫോട്ടോ വരാത്തൊരു കാലം ഉണ്ടായിരുന്നു, വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം 17 വയസ്സ് 30 വയസ്സുകാർ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു 80 വയസ്സുകാര് 17 വയസ്സെന്നോ അല്ലെ 18 21 രേഖപ്പെടുത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഐബ്രോസ് റേസ്ഡ് ആവും. അതേപോലെ പണ്ട് പറ്റില്ലായിരുന്നു, അവരെ പേര് നോക്കുക. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂസ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ, നിങ്ങൾ ഓൺലൈൻ വോട്ടിങ്ങിലേക്ക് പോവുക, ഒരു വലിയൊരു വിൻഡോ കൊടുക്കുക. ഒരു മേ ബി 48 hours നിങ്ങൾ കയറി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ഇതെല്ലാം കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. പക്ഷെ അവിടെയും വരുന്നത് വീട്ടിലുള്ള പ്രായമായവരെയും മറ്റുള്ളവരെയൊക്കെ ബാക്കിയുള്ള ഗൃഹനാഥൻ ആ വോട്ട് പർച്ചേസ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള. അത് ശരിയാണ്, അത് ഇപ്പം ബൂത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവരെന്ത് ചെയ്യുന്നു, അവരുടെ മേലുള്ള സമ്മർദ്ദം, സ്വതന്ത്രമായ വോട്ട് വിനിയോഗിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് കണക്ക് ഓൺലൈൻ ലോഗിൻ ചെയ്യണം, അതും പിന്നെ ഏതാണ്ട് ഇതേപോലെ ആകും. ബട്ട് നമ്മൾ പെട്ടെന്നൊരു മാറ്റം എന്ന് പറയുന്നത് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പൊ EVM-ലേക്ക് വന്നത് തന്നെ സത്യത്തിൽ ഞാൻ ഈ ബാലറ്റിൽ വോട്ട് ചെയ്ത സമയത്തും ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്, EVM എടുത്തപ്പോഴും ഡ്യൂട്ടി എടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഡ്യൂട്ടി എടുക്കുന്ന സമയം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തലേന്ന് കാലത്ത് ഒരു 8 മണിക്ക് അവിടെ പോയി കളക്ട് ചെയ്തിട്ട് പിറ്റേന്ന് രാത്രി 1 മണി 2 മണി 3 മണി വീട്ടിൽ വരുന്നവരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാലറ്റ് ആണെങ്കിലും EVM ആണെങ്കിലും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. പിന്നെ ഈ ബാലറ്റ് ആണെങ്കിലും അതിനകത്ത് ഒപ്പിട്ട് എത്രയോ സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പിടുന്നത്, തിരിച്ചും മറിച്ചും അതിന്റെ എത്രയോ കോപ്പികളാണ് എടുക്കുന്നത്, എത്രയോ സീലിംഗ് ആണ് നടത്തുന്നത്. വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ശരിക്കും ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടങ്ങളിലും തെറ്റുകൾ വരാനും ഇറേഴ്സ് വരാനും ഒക്കെ ഒരുപാട് സാധ്യത ഉള്ള രീതിയിൽ എനിക്കൊന്ന് റോക്കറ്റ് വിക്ഷേപണം പോലും ഇങ്ങനെയാണ് എന്ന് തോന്നുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, റോക്കം റൈസർ എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് സങ്കീർണതയുള്ള ഒരു കാര്യത്തിനായിരിക്കും ഏറ്റവും കുറച്ച് പിഴവുകളും തെറ്റുകളും വരിക. പിന്നെ ഇങ്ങനെ പോകുന്നു. ഒരിക്കലും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സിസ്റ്റം ന്യൂനതാരഹിതം അല്ലെങ്കിൽ ശരിയാണ്, പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ. പക്ഷെ മതിയായ രീതിയിൽ പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അല്ല. അങ്ങനെ ആകാൻ ഒരുപാട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ 65 ലക്ഷം വോട്ടേഴ്സിനെ അവർക്ക് യഥാർത്ഥത്തിൽ 11ഓളം സർട്ടിഫിക്കറ്റ്സ് ആണ് അവരുടെ വോട്ട്. അതായത് 2003 ശേഷം ജനിച്ചവർ, 3 ശേഷം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തവരെയാണ് അവർ സ്കാൻ ചെയ്യുന്നത്. ആ സ്കാൻ ചെയ്യുന്നവരിൽ 11 രേഖകൾ ഏതെങ്കിലും കൊടുക്കണം. അത് കുറെ ഇപ്പം ഭൂമി സ്വന്തമായിട്ടുള്ള രേഖ, അങ്ങനെ കുറെ രേഖകൾ. പക്ഷെ പാൻ കാർഡ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, പിന്നെ പ്രധാനമായിട്ട് കിട്ടുന്ന
തൊഴിലുറപ്പ് പദ്ധതിയുടെ കാർഡ്, പാൻ, ആധാർ, പാസ്പോർട്ട്. ഈ 4 അല്ല, പാസ്പോർട്ട് ഇല്ലാന്ന് തോന്നുന്നു. പാസ്പോർട്ട് എടുക്കുമെന്ന് തോന്നുന്നു. എന്തായാലും 4 പാസ്പോർട്ടാണോ അല്ല, എന്തായാലും 4 കാർഡുകൾ പാടില്ല എന്ന് പറഞ്ഞു. കാര്യം അതിന്റെ വാലിഡിറ്റി ഇപ്പൊ എല്ലാവർക്കും ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ആധാർ കാർഡ് ഉണ്ടാക്കാനും എളുപ്പമാണ്. ഒരാളുടെ തന്നെ പല ആധാർ കാർഡുകളൊക്കെ വരുന്നു. ആധാർ എന്ന് പറയുന്നത് ഒരു തിരിച്ചറിയൽ കാർഡാണ്. ഈ വ്യക്തി ഇന്നാരാണെന്ന് തിരിച്ചറിയുകയാണ്. പക്ഷെ ആധാർ വെച്ചുകൊണ്ട് ഈ വ്യക്തി ഇവിടുത്തെ പൗരനാണ്, ഇവിടുത്തെ വോട്ടറാണ് എന്ന് സൂചിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പൊ സുപ്രീം കോടതിയും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു റിവിഷൻ, അങ്ങനെ ഒരു സൂക്ഷ്മ പരിശോധന അവിടെ നടക്കുമ്പോഴാണ് ഇത്രയും പേര് പുറത്തു പോയി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആളുകൾ പുറത്തു പോകുന്നതിനെ അനുകൂലിക്കുന്ന പാർട്ടികളും എതിർക്കുന്ന പാർട്ടികളും ഇവിടെ ഉണ്ട്. ഇപ്പൊ പൗരത്വ ബില്ല് വന്നപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത്. അത് ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഇന്ത്യയിലെ പൊളിറ്റിക്സ് ബേസിക്കലി കമ്മ്യൂണലാണ്. ഇപ്പൊ ഈ വോട്ടേഴ്സ് ലിസ്റ്റിന്റെ പേരിൽ നടക്കുന്ന ഈ ആർഗ്യുമെന്റ് ബേസിക്കലി കമ്മ്യൂണൽ ലൈൻസ് തന്നെയാണ് എൻ്റെ അടിയിലുള്ളത്. അത് വളരെ വൈകാതെ തന്നെ പുറത്തു വരും. നിങ്ങൾ കണ്ടിട്ടില്ല, ഓരോരുത്തർ പറയുന്നുണ്ടല്ലോ ഇത് കത്തിക്കണം, തെരുവ് നിറയ്ക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് ബേസിക്കലി അതാണ്. ഇതിന്റെ അല്ലാതെ തെരഞ്ഞെടുപ്പ് സിസ്റ്റം പരിഷ്കരിച്ച് വോട്ടേഴ്സ് പട്ടിക കുറ്റമറ്റതാക്കി അതല്ല ഇതിന്റെ. പിന്നല്ല ജയിച്ചാൽ പരാതിയില്ല, തോറ്റാൽ പരാതി ഉണ്ട്, അതുമല്ല. ഇത് രണ്ടുമല്ല. ബേസിക്കലി ഇത് ചെന്ന് നിൽക്കാൻ പോകുന്നത് ഈ പറയുന്ന വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരിക്കുമ്പോൾ കുറെ പേര് ഒഴിവാകും. ആ ഒഴിവാകുന്നവർ ചിലർക്ക്, ചില പാർട്ടികൾക്ക് അല്ലെ ചില കക്ഷികൾക്ക് ഗുണകരമാവില്ല എന്നവർക്കറിയാം. ചില പാർട്ടികൾക്ക്, ചില കക്ഷികൾക്ക് ഗുണകരമാകുമെന്ന് അവർക്കറിയാം. അപ്പൊ രണ്ടുപേരും തമ്മിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരും. അതാണ് നമ്മൾ അതിന്റെ അനുബന്ധമായിട്ടായിരിക്കും എന്നാൽ പിന്നെ ഇത് ഓരോന്നും എടുത്തു വെച്ച് നോക്കാം, കണ്ടുപിടിക്കാം എന്നുള്ളത് വരുന്നത്. അതാണ് അതിന്റെ അടിത്തട്ട് യാഥാർത്ഥ്യം. പിന്നെ അതിന്റെ മേളിൽ കാണിക്കുന്ന ഈ ക്രിസ്മസും മറ്റു കാര്യങ്ങളൊക്കെ നോർമലി നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്.